കൊട്ടിഘോഷിച്ച് അഹങ്കാരമാക്കി ഇസ്രായേൽ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഡിഫൻസ് സിസ്റ്റമാണ് അയൺ ഡോം. എന്നാൽ അയൺ ഡോം കടലാസ് പുലിയാണെന്ന് നേരത്തെ ഹമാസ് തെളിയിച്ചതാണ്. എന്നാൽ വീണ്ടും അയൺ ഡോമിൻ്റെ കരുത്തിൽ മേലിനടിച്ച ഇസ്രായേലിന് മറ്റൊരു തിരിച്ചടി കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നു. ഇത്തവണ അയൺ ഡോമിനെ കാഴ്ചക്കാരാക്കി മിസൈലുകൾ പായിച്ചത് ഇറാനാണ്. ഇസ്രായേലിന്റെ അഹങ്കാരത്തെ വിറപ്പിച്ചാണ് ഇറാന്റെ മിസൈലുകൾ ആകാശത്തിലൂടെ കുതിച്ചു പാഞ്ഞത്. ഫതഹ്, ഖദർ, ഇമാദ്, ഷഹാബ് തുടങ്ങി കരുത്തന്മാർ ഇസ്രായേലിന്റെ മണ്ണിൽ തീമഴയാണ് കഴിഞ്ഞ ദിവസം പെയ്ച്ചത്. മധ്യനിര റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളുടെ കരുത്തിൽ ഒരളവോളം ഇസ്രായേലിന്റെ അടിത്തറയിലേക്ക് എന്ന് തന്നെ പറയാം. 200-ലേറെ കരുത്തന്മാർ ഒന്നിച്ചു പറന്ന ഓപ്പറേഷൻ ട്രൂപ്പോമിസ്, വ്യോമതാവളങ്ങൾ, കമാൻഡ് സെന്ററുകൾ, എന്തിനേറെ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള ചാരപ്പട മൊസാദിന്റെ അകത്തളം വരെ എത്തി. ഇസ്രായേലിന്റെ പ്രശസ്തമായ അയൺ ഡോം സംവിധാനത്തെ ലക്ഷ്യമിട്ടാണ് ഈ മിസൈലുകൾ കുതിച്ചു വന്നത്. ഇറാന്റെ ആദ്യ ഹൈപ്പർസോണിക് മിസൈലായ ഫതഹ് ആകട്ടെ ഇസ്രായേലിന്റെ ആരോ ഡിഫൻസ് സംവിധാനത്തിന് നേരെയും കുതിച്ചു. ഏതു ശത്രു മിസൈൽ സംവിധാനങ്ങളെയും തുളച്ചുകയറി ആക്രമിക്കാനുള്ള കരുത്തുണ്ട് ഫതഹിനെന്ന് ഇറാൻ മുമ്പേ അവകാശപ്പെടുന്നതാണ്. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ എയറോസ്പേസ് ഫോഴ്സ് സ്പെഷ്യലിസ്റ്റുകളാണ് ഫതഹ് വികസിപ്പിച്ചത്. ഇറാന്റെ ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം 1500 കിലോമീറ്റർ വരെ ഈ മിസൈലിന് റേഞ്ച് ഉണ്ട്. ശബ്ദവേഗത്തിന്റെ 15 മടങ്ങ് വരെ വേഗം കൈവരിക്കാൻ ഈ മിസൈലിന് കഴിയും. തടയാനോ ചെറുക്കാനോ കഴിയാത്തത്രയും കരുത്താണ് സാധാരണ നിലയ്ക്ക് ഹൈപ്പർസോണിക് മിസൈലുകൾക്കെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒപ്പം ഇറാന്റെ ഫതഹിനാകട്ടെ ചില അധിക സംവിധാനങ്ങൾ കൂടിയുണ്ട്. ഇത് ഫതഹിനെ കൂടുതൽ അപകടകാരിയാക്കുന്നുവെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശേഷിയും മിസൈലിനുണ്ടെന്നാണ് റവല്യൂഷണറി ഗാർഡ്സ് വെളിപ്പെടുത്തിയത്. 2 സ്റ്റേജുകളുള്ള മിസൈൽ ഖര ഇന്ധനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇടത്തരം ബാലിസ്റ്റിക് മിസൈലായ ഷഹാബും ചില്ലറക്കാരനല്ല. 760 മുതൽ 1200 കിലോമീറ്റർ വരെ ഭാരമുള്ള പോർ മുനകൾ വഹിക്കുന്ന ഷഹാബിന് ഏകദേശം 1300 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. ഷഹാബിന്റെ കുറച്ചുകൂടി നവീകരിച്ച പതിപ്പാണ് ഖദർ. 2022 പുറത്തിറക്കിയ ഖൈബർ ബസ്റ്റർ എന്ന മിസൈൽ ഇസ്രായേലിന്റെ എവിടെയും ആക്രമണം നടത്താൻ അനുവദിക്കുന്ന റേഞ്ച് ഉള്ളതാണെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ചതാണ് ഈ മിസൈൽ. മിസൈൽ സാങ്കേതികവിദ്യയിൽ വലിയ ശ്രദ്ധ ഇറാൻ നൽകുന്നുണ്ട്. മധ്യപൂർവ്വ മേഖലയിൽ ഏറ്റവും കൂടുതൽ മിസൈലുകളുള്ള രാജ്യം ഇറാനാണ്. 20 തരം ബാലിസ്റ്റിക് മിസൈലുകളും മറ്റ് അനവധി ക്രൂയിസ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടും. മിസൈലുകളിൽ മാത്രമല്ല, മിസൈൽ ഭേദ കവചങ്ങളിലും ഇറാൻ അടുത്തിടെ ശ്രദ്ധയൂന്നിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ ലോകപ്രസിദ്ധി നേടിയ മിസൈൽ ഭേദ സംവിധാനം അയൺ ഡോമിന്റെ തദ്ദേശീയ പതിപ്പ് വരെ ഇറാൻ ഒരുക്കിയിട്ടുണ്ട്. ഇറാൻ ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് നെറ്റ്വർക്ക് എന്ന ഗണത്തിൽ വരുന്ന മിസൈൽ ഭേദ സംവിധാനത്തിന്റെ പേര് സ്കൈ ഡിഫൻഡേഴ്സ് വെലായത്ത് 1400 എന്നാണ്. ക്രൂയിസ് മിസൈലുകളെ നേരിടാനാണ് സംവിധാനം സഹായകരമാകുക. നിലവിൽ മറ്റു രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഇത്. 4 വിക്ഷേപണ കാനിസ്റ്ററുകളുള്ള സംവിധാനത്തിൽ ഒറ്റത്തവണ 12 മിസൈൽ ഭേദ റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ സാധിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങൾ ആയുധങ്ങളുടെ കാര്യത്തിൽ ആർജിച്ച കരുത്ത് തന്നെയാണ് ഇസ്രായേലിനെ ഉൾപ്പെടെയുള്ളവരെ വെല്ലുവിളിക്കാൻ ഇറാനിന് ഇപ്പോൾ കരുത്ത് പകരുന്നത്. അടിക്ക് മാത്രം തിരിച്ചടിയെന്ന നയമാണ് ഇപ്പോൾ ഇറാൻ പുറത്തെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം നൽകിയതിനെ മുന്നറിയിപ്പായും സാമ്പിളായും വിശേഷിപ്പിച്ച ഇറാന്റെ ആവനാഴിയിൽ ഇനി എന്തൊക്കെയുണ്ടെന്ന് പ്രവചനാതീതമാണ്. വീണ്ടും പ്രകോപനവുമായി ഇസ്രായേൽ മുന്നോട്ട് വന്നാൽ ഇസ്രായേലിന് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. Waytonikah.com, the exclusive Muslim matrimonial site.